തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴക്കെടുതിയിൽ ഒരു വീട് തകർന്നു എന്നുള്ള വാർത്ത വരുന്നു. ക്വിക്ക് അപ്ഡേറ്റ് ആണ്. അർച്ചന രവീന്ദ്രനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. അർച്ചന, ഗുഡ് മോർണിംഗ്. എവിടെയാണ്, എങ്ങനെയാണ് സംഭവിച്ചത്? സുജിയ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിലാണ്. നമുക്കറിയാം ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലുമായി ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കണ്ണേറ്റുമുക്കിലെ ഒരു യുവതിയുടെ വീട് മേൽക്കൂര അടക്കം തകർന്ന നിലയിൽ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഓടടക്കം താഴേക്ക് വീണതായും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അപകടമാണ് ഈ വീട്ടിൽ സംഭവിച്ചതും. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെയുള്ള ചേച്ചിയുണ്ട്. ചേച്ചി, എപ്പോഴായിരുന്നു സംഭവം? 12 മണിക്ക് ഒരു ചെറിയ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എണീറ്റ് അപ്പുറത്തെ മുറിയിലാണ് കേട്ടത്. അപ്പം ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഇവിടെ ഞാൻ കിടക്കുന്നത് ഈ ബെഡിൽ. അവിടെ പോയപ്പോൾ കാണാൻ ചെറുതായിട്ട് പൊട്ടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വന്ന് നിന്നു. അത് അപ്പം ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് താഴെ വീണു. അപ്പം ഞാൻ പുറത്തങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. എന്തെങ്കിലും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല? പറ്റിയില്ല, ആളപായം പറ്റിയില്ല. ഞാൻ പക്ഷെ ഉറങ്ങിപ്പോയിരുന്നുവെങ്കിൽ അതിൽ തന്നെ മരിക്കുമായിരുന്നു. ചേച്ചി ഒറ്റയ്ക്കായിരുന്നു താമസം? ഒറ്റയ്ക്കാണ് താമസം. ഇപ്പൊ അധികൃതർ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? അതാരെങ്കിലും അറിഞ്ഞോ? കൗൺസിലറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ത് തിരക്കിലാണ്, പുള്ളി വരാമെന്ന് പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യാണ് ചേച്ചി? ഞാൻ തൈക്കാട് ES ഓഫീസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഓഫീസിൻ്റെ അപ്പുറത്തെ വശത്ത് ഒരു തട്ടുകട നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് പാകം ചെയ്താണ് കൊണ്ടുപോകുന്നത്. ദോശ, ഓംലെറ്റൊക്കെ ലൈവാക്കി കൊടുക്കും, ബാക്കി എല്ലാം ഇവിടുന്ന് ചെയ്താൽ. അപ്പോൾ ഇന്ന് ഈ ഗതിയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതിന് മുന്നേ അങ്ങനെ വീടിന് സംഭവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലമൊന്നും ഒന്നും സംഭവിച്ചില്ല. ഇന്നലത്തെ ശക്തമായ മഴയിലാണ് സംഭവിച്ചത്. ചേച്ചി പറയുന്ന പോലെ ഇന്നലത്തെ ശക്തമായ മഴയിലാണ് വീട് തകർന്ന നിലയിൽ കാണുന്നത്. ഓടടക്കം തകർന്ന നിലയിലാണ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ കാണുന്നത്. ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ കൗൺസിലറെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ യുവതി പറയുന്നതും. സുജയ, ഓക്കെ, ഗിരിജകുമാരിയുടെ ഒറ്റമുറി വീട് പൂർണ്ണമായും ഈ മഴയിൽ തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അർച്ചനയാണ് നമുക്കൊപ്പം ചേർന്നത്.